സ്വദേശി പ്രസ്ഥാനത്തെ ഓർമ്മിപ്പിക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിർണായകമായ ഒരു ജീവിത രീതിയാണ് ഖാദി എന്നത്. ഖാദി വെറും ഒരു വസ്ത്രം മാത്രമല്ല. വാസ്തവത്തിൽ ഈ നാട്ടിലെ കൃഷിയായിരുന്നല്ലോ ഇന്ത്യയിലെ മുഖ്യ വരുമാനവും ജീവിതമാർഗവും. കൃഷിയില്ലാതെ ഈ ലോകത്തിൽ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല, മനുഷ്യർക്ക് പ്രത്യേകിച്ച്. അപ്പം അതുകൊണ്ട് അതിന്റെ അടിത്തറ കൃഷിയായിരുന്നു. നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത മണ്ണിൽ ധാരാളം പരുത്തി വിളയുമായിരുന്നു. ആ പരുത്തി കർഷകർക്ക് വേണ്ടിയും അത് നൂലാക്കി ഈ മണ്ണിലുണ്ടായ വസ്തു കൊണ്ട് ഈ മണ്ണിലെ ജീവിതത്തിനും മനുഷ്യന്റെ ത്വക്കിനും ഏറ്റവും ആരോഗ്യകരമായിരുന്ന ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു ജീവിത രീതിയായിരുന്നു ഖാദി കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ, അതുപോലെ അതുകൊണ്ടുള്ള തോർത്തുമുണ്ടുകൾ, അതുകൊണ്ടുണ്ടാക്കുന്ന ബെഡ്ഷീറ്റുകൾ, ഇതൊക്കെ ഉപയോഗിക്കുക എന്ന ഒരു കാര്യം. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ തെളിവാണ് ഖാദി. എന്നാൽ ഇന്ന് പുതിയ വസ്ത്രങ്ങൾ വരുന്നു. അത് ദേഹത്തിന് ചേരുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. ചേരില്ല എന്നാണ് എന്നെപ്പോലെ ആൾക്ക് പറയാനുള്ളത്. അത് ചേരില്ല എന്ന് പലരും അറിയുന്നില്ല. അവരുടെ പല ത്വക്ക് രോഗങ്ങൾക്കും കാരണം പല കാരണങ്ങളിൽ ഒന്ന് അവർ ധരിക്കുന്ന കൃത്രിമമായ ഫൈബറുകളെ കൊണ്ടുണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് സാധനങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രങ്ങളാണ്. പ്രത്യേകിച്ച് ദേഹത്തിലേക്ക് ഒട്ടിക്കിടക്കുന്ന വസ്ത്രങ്ങൾ. അവിടെയാണ് ഖാദിയുടെ പ്രസക്തി. പക്ഷെ കൃഷിയുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ വീണ്ടും ആലോചിക്കണം. ഖാദിയെ സംബന്ധിച്ച് പലരും വിചാരിക്കാറുണ്ട് പൈസ കൂടുതലാണ് എന്ന്. നിങ്ങൾ എത്രയോ കാലം ഉപയോഗിക്കുന്നു. ഖാദിക്ക് ഒരു പോറലേറ്റാൽ അല്ലെങ്കിൽ പൊട്ടിയാൽ അല്ലെങ്കിൽ അത് കീറിയാൽ നമുക്കത് പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് തുടയ്ക്കാനായിട്ട് സാധിക്കും. നമുക്കത് മുറിച്ചുകൊണ്ട് ടവലുകളെ പോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈക്കിലത്തുണിയെ നമ്മൾ പണയും. ഇന്നിപ്പോൾ ഗ്യാസ് ആയതുകൊണ്ട് അങ്ങനെയുള്ള കരിയൊന്നുമില്ല, എങ്കിലും നമുക്കത് ആവശ്യമാണ്. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ കീറിയ ഒരു ഖാദി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതും ഈ പറഞ്ഞതുപോലെ കഴുകാനും ഉണങ്ങാനും പ്രകൃതി സൗഹൃദമായ അത്തരം സാധനങ്ങളെ നമ്മൾ ഉപയോഗിക്കണം. ഒന്ന് കീറി എന്നതുകൊണ്ട് അത് വലിച്ചെറിയരുത്. പോളിയസ്റ്റർ നമുക്ക് വലിച്ചെറിയേണ്ട ആവശ്യമില്ല. ഇപ്പം അതിന് പോലും ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആൾക്കാർ. എന്നാലും ഖാദി എന്നത് പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ശീലമാണ്. ആ ശീലത്തിന് ഖാദി എംപോറിയങ്ങൾ, ഖാദിയുടെ പല വിധത്തിലുള്ള ഔട്ട്ലെറ്റുകൾ, ഇവിടെയുള്ള സാധനങ്ങൾ വെറും റിബേറ്റ് സമയത്ത് മാത്രം വാങ്ങാതെ വല്ലപ്പോഴുമൊക്കെ കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ഞാൻ ഖാദി വാങ്ങി ഉപയോഗിക്കും എന്ന ഒരു പ്രതിജ്ഞ നമ്മൾ ഓരോരുത്തരും എടുക്കുമ്പോൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു അതിന്റെ സമൃദ്ധി എന്നുകൂടി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഖാദി ഉപയോഗിക്കണം അല്ലെങ്കിൽ കൈത്തറി ഉപയോഗിക്കണം എന്ന് നമ്മളൊക്കെ പറയുന്നത്. വലിയ സ്വദേശി സ്നേഹം പറഞ്ഞാൽ പോരാ. നമുക്കിപ്പോൾ ഡിസൈൻ വരെ പുറത്തുനിന്ന് ചെയ്തിട്ടാണ് വരുന്ന ഓരോരുത്തരും. സ്വദേശി എന്ന് പറയുമ്പോൾ സ്വന്തം ദേശത്ത് ഉണ്ടാക്കി ഇതുപോലെ കൃഷി എന്ന വസ്തുക്കളെ ഉപയോഗിക്കൂ എന്ന് പറയുന്ന ആൾക്കാർ കൂടി ഉണ്ടായാൽ എനിക്ക് തോന്നുകയാണ് നാട്ടിൽ അതൊരു മാതൃകയാവുകയും അത് എല്ലാവർക്കും ഈ ഖാദിയിലെ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുകയും അതുവഴി ഇത് മാത്രം ഉപജീവനമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവർക്കിനി വേറെ ജോലിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർക്കും വരും തലമുറയ്ക്കും ഇതുപോലെ ജോലി അന്വേഷിച്ച് മറ്റെവിടെയും പോകാതെ ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിൽ ഇന്ത്യ വാസ്തവത്തിൽ സ്വയം പര്യാപ്തമായ ഒരു രാജ്യമായി മാറാൻ ഖാദിക്ക് വലിയൊരു പങ്കുണ്ട്, കൈത്തറിക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് ഈ അവസ്ഥയിൽ എനിക്ക് പറയാതെ വയ്യ.